നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അലയാൻഡ്രോ ഗർനാച്ചോയുടെ കാര്യത്തിൽ ആകെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അർജൻറ്റീൻ ദേശീയ ടീമിലേക്ക് ഈ ക്വാളിഫയർ മത്സരങ്ങൾക്കായിട്ട് വിളിച്ചില്ല. മിക്കവാറും സ്കലോനിയുടെ പ്ലാനിൽ അദ്ദേഹത്തിന് ഇടമില്ലാതെയാവും എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ TYC സ്പോർട്സ് അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊളപ്പിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കറിയാം, യൂറോപ്പ ലീഗ് ഫൈനലിന് മുമ്പുള്ള കളികളൊക്കെ തന്നെ കളിപ്പിച്ചു. ഫൈനലിൽ കുറച്ച് സമയം സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമാക്കിയാണ് തന്നെ കോച്ച് ഇറക്കിയത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമോറിമിനെതിരെ പരോക്ഷമായിട്ടുള്ള വിമർശനവുമായിട്ട് താരരംഗത്ത് വന്നു. അമോറിം അപ്പോൾ തന്നെ അതിനുള്ള മറുപടിയും കൊടുത്തു. അങ്ങനെ യുണൈറ്റഡിലും കാര്യങ്ങൾ അത്ര നല്ല രൂപത്തിലല്ല. എല്ലാ താരങ്ങളുടെയും മുന്നിൽ വെച്ച് ഗർനാച്ചോയെ പ്രത്യേകം വിളിച്ച് നിനക്കിനി ഇവിടെ സ്ഥാനമില്ല, വണ്ടി വിടാം എന്ന തരത്തിൽ സംസാരിച്ചു അമോറിം എന്നുള്ള വാർത്തകളും ചില ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കൊടുത്തിരുന്നു. ഇപ്പോഴിതാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസ താരം, ഇംഗ്ലീഷ് ഇതിഹാസം ഡേവിഡ് ബെക്കാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ അഭിപ്രായം തുറന്നു പറയുകയാണ്. ചില താരങ്ങൾ അവർ ക്രസ്റ്റിന് വേണ്ടി കളിക്കണം, ബാഡ്ജിന് വേണ്ടി കളിക്കണം, അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ തുറന്നു പറയുകയാണ്. അപ്പം യുണൈറ്റഡിൻ്റെ ഈ സീസണിലെ മോശം പ്രകടനത്തെക്കുറിച്ച് അദ്ദേഹം CBS സ്പോർട്ടിനോട് പറഞ്ഞത്, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു ക്ലബ്ബിൽ ഉണ്ടാവുക എന്നുള്ളത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കളിക്കളത്തിൽ എന്തൊക്കെ വന്നാലും കളിക്കളത്തിലെ പ്രകടനമാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. ബട്ട് ഓണസ്റ്റ്ലി പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ് ഒരു യുണൈറ്റഡ് ലവർ എന്ന നിലയ്ക്ക് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ചില താരങ്ങളുണ്ട്, കൃത്യമായിട്ട് അദ്ദേഹം ഗർനാച്ചോയും ഡിയാലോയും ഉന്നം വെച്ച് പറയുകയാണ്. ചില താരങ്ങളുണ്ട്, നിങ്ങൾ ടീമിൻ്റെ ബാഡ്ജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ തയ്യാറാവണം, ക്രസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ തയ്യാറാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കണ്ടു പല താരങ്ങളും ശരിയായ രൂപത്തിലല്ല പെരുമാറുന്നത് എന്നുള്ളത്. പിന്നെ ആ ഒരു ഓൾ സ്റ്റാർ 11-നെതിരെ, ആസിയാൻ ഓൾ സ്റ്റാർ 11-നെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് യുണൈറ്റഡ് തോറ്റല്ലോ. എന്തവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് ഡിയാലോയും ആരാധകരോട് പെരുമാറിയ രീതി അത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനെക്കുറിച്ചും കൃത്യമായിട്ടിപ്പോൾ ബെക്കാം പറയുകയുണ്ടായി. എവിടെയൊക്കെ നിങ്ങൾ പോയാലും, അത് യൂറോപ്പ് പോയാലും ഏഷ്യയിൽ പോയാലും, നിങ്ങൾ ആരാധകരെ ബഹുമാനിക്കണം. നമ്മൾ ആ ഒരു ഫാക്റ്റിനെ ബഹുമാനിക്കണം. അതായത് ആരാധകരെ വന്നിട്ട് പണം അടച്ച് കളി കാണുകയാണ്. അവർ വരുന്നത് അവരുടെ കാർഡും ഫോട്ടോസും ഒക്കെ സൈൻ ചെയ്യിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിനൊക്കെയാണ് അവർ ആ പണം അടക്കുന്നത് അത്തരം മത്സരങ്ങൾക്ക്. അതിന് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അല്ലാത്ത പക്ഷം ടീമിൽ തുടരാൻ അർഹതയില്ല എന്ന് തന്നെ തുറന്നടിച്ച് പറയുന്നു ഡേവിഡ് ബെക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.